KSEB പെൻഷനേഴ്സ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ജില്ലാതല ജാഗ്രതാ സദസ്സ് സംഘടിപ്പിച്ചു. കണ്ണൂർ വൈദ്യുതി ഭവനിൽ നടന്ന സദസ്സ് സാങ്കേതിക സമിതി കൺവീനർ മുഹമ്മദ് അലി റാവുത്തർ ഉദ്ഘാടനം ചെയ്തു. KSEB പെൻഷനേഴ്സ് കൂട്ടായ്മയാണ് കണ്ണൂർ വൈദ്യുതി ഭവനിൽ ജില്ലാതല ജാഗ്രതാ സദസ്സ് സംഘടിപ്പിച്ചത്. പെൻഷൻ സുരക്ഷയും സർക്കാർ ഉത്തരവും, ജലവൈദ്യുത പദ്ധതികളും, KSEB സമീപനവും, കായംകുളം NTPC വീണ്ടും കുരുക്കാകുമ്പോൾ എന്നീ വിഷയങ്ങളിലായിരുന്നു ജാഗ്രതാ സദസ്സ്. സാങ്കേതിക സമിതി കൺവീനർ മുഹമ്മദ് അലി റാവുത്തർ ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ അതിന് ബോണ്ടുകൾ ഇറക്കി തുക സംഭരിക്കണം. സർക്കാരും ബോർഡുമായിട്ടൊരു സർക്കാരിൻ്റെ 35.4%, ബോർഡിൻ്റെ 65.6%, അങ്ങനെയുള്ള ഒരു സാമ്പത്തിക ക്രമീകരണം, മറ്റ് സ്രോതസ്സുകളിൽ നിന്ന് മാക്രി അങ്ങനെയുള്ള പല സ്രോതസ്സുകളിൽ നിന്ന് നോൺ റവന്യൂ ഇൻകം, ആ നോൺ റവന്യൂ ഇൻകത്തിൽ നിന്നുള്ള സാമ്പത്തിക സ്വരൂപണം ഇതെല്ലാം നിർവഹിച്ച് കൃത്യമായി കണക്കാക്കി ഉണ്ടാക്കിയ ആ ഫണ്ട് അല്ലെങ്കിൽ ആ ട്രസ്റ്റ്, അതിൻ്റെ പ്രവർത്തനം, അതിനുവേണ്ടി ഒരു ബോഡി ഉണ്ടാക്കി ആ ബോഡിയിലെ അംഗങ്ങൾ എന്ന് പറയുന്ന സർക്കാരിൻ്റെയും ബോർഡിൻ്റെയും പ്രതിനിധികൾ കൂടാതെ ബോർഡിൽ അംഗീകാരമുള്ള അന്ന് 3 സംഘടനകൾ അംഗീകാരമുണ്ടായിരുന്നു. ട്രേഡ് യൂണിയൻ സംഘടനകൾ, ആഫീസർമാരുടെ സംഘടനയില്ല. ഇവരെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് അന്ന് ആ മാസ്റ്റർ ട്രസ്റ്റിൻ്റെ ആ ഒരു ഭരണസമിതിയും സർക്കാർ നിശ്ചയിച്ചത്. സംസ്ഥാന പ്രസിഡന്റ് ജെയിംസ് M. ഡേവിഡ് അധ്യക്ഷത വഹിച്ചു. AV വിമൽചന്ദ്, VP രാധാകൃഷ്ണൻ, PV ദിനേശ് ചന്ദ്രൻ, വിജയൻ നായർ, ജോസഫ് കളരിമുറി, KP സുരേഷ് ബാബു, E. അശോകൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.